Recording in progress. ശ്രീകൃഷ്ണാർപ്പണമായി വരേണമഖിലം ചിന്തിപ്പതും ചൊൽവതും ചെയ്തിടുന്നതും ഉള്ളിലാഗ്രഹമുറന്നീടായിക മറ്റൊന്നിലും പീലിപ്പൊന്മുടിമാലയും മുരളിയും പൂണ്ടേറുമിന്നീടുമീ ബാലബ്രഹ്മവകക്കുരുന്നിൽ വിളയാ ശ്രീ ഗുരുവായൂരപ്പ ശരണം. സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ അന്ധഭാഗ്യം ജനാന. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപദ്മേ തയോ ശ്രിത്വാ പ്രണമാമി ഗുരും. ജഗദംബികാ സ്മരണം. ശ്രീമഹാദേവി നാരായണനു സഖിയാകിയ പാണ്ഡവന്റെ ഭാരിച്ച ദുർമതമടക്കി വരം കൊടുത്ത കിരാതരൂപധരിയാകിയ ചന്ദ്രചൂടൻ കാരുണ്യമെങ്കലരുളീടുക സർവകാലം. നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഭഗവാനും ഭക്തജനങ്ങൾക്കും എന്റെ വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധം 90 അധ്യായങ്ങള്. ഈ 90 അധ്യായങ്ങളില് ഭഗവാന്റെ കഥ പറയുന്നു. അത് കഴിഞ്ഞിട്ട് 11ാമത്തെ സ്കന്ധത്തില്, ഏകാദശ സ്കന്ധത്തില് ഭഗവാന്റെ ഉപദേശം, ഉദ്ധവന് കൊടുത്ത ഉപദേശം. അർജുനൻ എങ്ങനെയാണോ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് ഉപദേശം കൊടുത്തത്, അതുപോലെ പ്രവൃത്തി നിരതനാക്കാൻ വേണ്ടിയായിരുന്നു അർജുനന്. എല്ലാത്തിൽ നിന്നും പിന്മാറി നിൽക്കുന്ന അർജുനനെ കർമ്മരംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു ഉപദേശം കൊടുത്തത്. ഇവിടെ അതേ ഉപദേശങ്ങൾ തന്നെയാണോ ഉദ്ധവന് കൊടുക്കുന്നത്. പക്ഷെ ഇതിന്റെ സന്ദർഭം മാറി. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തേക്കും എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ഉദ്ധവന് ഇത്രകാലം ഉണ്ടായിരുന്ന പ്രവൃത്തിയിൽ തുടരാനല്ല തോന്നുക, അതേസമയം നിവൃത്തിയിലേക്ക് പ്രവേശിക്കാനാണ് തോന്നുക. അതാണ് 11ാമത്തെ സ്കന്ധത്തിൽ കൊടുക്കുന്നത്, ഉപദേശങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ നമ്മള് 36ാമത്തെ ദശകം തൊട്ട് തുടങ്ങി. അവിടെ ഭഗവാന്റെ ജനനത്തിന്റെ അവതാരത്തിന്റെ പ്രാദുർഭാവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 37 ഭഗവാന്റെ ജനനം. അങ്ങനെ തൊട്ട് തുടങ്ങി നമ്മൾ ശ്രീകൃഷ്ണ കഥകളിലൂടെ മുന്നേറി. ഭഗവാന്റെ ശ്രീകൃഷ്ണ ലീലാമൃതം ഇതാ 88 ദശകം വരെ നമ്മൾ അത് തന്നെ കേട്ടുകൊണ്ടിരുന്നു. 88ാമത്തെ ദശകത്തോടു കൂടിയിട്ട് ശ്രീകൃഷ്ണ കഥകള്, ലീലാ കഥകള് അവസാനിപ്പിച്ചു. പിന്നെ 89ാമത്തെ ദശകത്തില് മഹാവിഷ്ണുവിന്റെ മഹത്വം പറയണം. കാരണം 90ാമത്തെ ദശകത്തിലും മഹാവിഷ്ണുവിന്റെ മഹത്വം തന്നെയാണ്. 89ാമത്തെ ദശകത്തില് മഹാവിഷ്ണുവിന്റെ മഹത്വം 2 കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ 90ാമത്തെ ദശകം ഭഗവാന്റെ മഹത്വത്തെ പറ്റി കുറെ കൂടി വലിയ ഒരു ക്യാൻവാസിൽ നിന്നിട്ടാണ് ഭക്തകവിയായിട്ടുള്ള വേദപണ്ഡിതനായിട്ടുള്ള മേൽപ്പത്തൂർ ആചാര്യൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിന്റെ ക്യാൻവാസ് കുറെ കൂടി വലുതാണ്, ആഴം കുറെ കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 100ാമത്തെ ദശകത്തില് ഭഗവാനെ മുമ്പിൽ കാണുന്നത് വരെ വാതിൽമാടത്തിൽ ഇരുന്നിട്ട് ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത്
അവിടെ ഒരു 10, 11, 12 വയസ്സായിട്ടുള്ള രൂപത്തില് ഭഗവാനെ എങ്ങനെ കാണുകയാണ്. ഈ രൂപത്തിൽ തന്നെയായിരുന്നു ഭഗവാൻ വൃന്ദാവനത്തില് രമിച്ചിരുന്നത് ഗോപികമാരുടെ കൂടെ. വൃന്ദാവന ലോലനായിട്ടുള്ള ഭഗവാൻ ഏകദേശം 11 വയസ്സൊക്കെ ആവുമ്പോഴാണ് മധുരയിലേക്ക് പോയത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഭഗവാന്റെ ജരാസന്ധനുമായിട്ടുള്ള യുദ്ധം, ഭഗവാന്റെ വിവാഹം, പിന്നെ അത് കഴിഞ്ഞ് മഹാഭാരത യുദ്ധത്തില് ഭഗവാൻ പങ്കുചേർന്നത് ഒക്കെ ഉണ്ട്. പക്ഷെ വിവേകാനന്ദ സ്വാമിജി പറയുന്നത് പോലെ ഗീതാകാരനായിട്ടുള്ള ഭഗവാനേക്കാൾ ഒരു പടി മഹത്വം കൂടുതലാണ് വൃന്ദാവന ലോലനായിട്ടുള്ള ശ്രീകൃഷ്ണന് എന്ന് സ്വാമിജി പറയാറുണ്ട്. ഒരു വലിയ സന്യാസിയാണ് ഇതിവിടെ പറയുന്നത്. ഇതുപോലെ പണ്ഡിതനായിട്ടുള്ള ഭക്തനായിട്ടുള്ള മേൽപ്പത്തൂർ ആചാര്യനും ആ രൂപം തന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് തോന്നുന്നു. 100ാമത്തെ ദശകത്തില് ഭഗവാനെ അങ്ങനെ താരുണ്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന അവസ്ഥയിലുള്ള കൃഷ്ണനെയാണ് കാണുന്നത്. അതുവരെ ഈ 90ാമത്തെ അധ്യായം തൊട്ടിട്ട് 99ാമത്തെ അധ്യായം ദശകം ഉൾപ്പെടെ ഭഗവാന്റെ തത്വങ്ങളാണ് പറയുന്നത്. ഭഗവാൻ ഉദ്ധവന് കൊടുത്തിട്ടുള്ള ഉപദേശങ്ങളും അതിൽ പെടും. കൃഷ്ണ തത്വം, വിഷ്ണു തത്വം, അതാണ് അതിൽ പെടുന്നത്. 89ാമത്തെ ദശകമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിലെ 2 കഥകളാണ് മഹാവിഷ്ണുവിന്റെ മഹത്വം എടുത്തു പറയാൻ വേണ്ടി ഭാഗവതത്തിൽ തന്നെ 2 കഥകളാണ് ഇവിടെ മേൽപ്പത്തൂർ ആചാര്യൻ എടുത്തു പറയുന്നത്. 1ാമത്തെ കഥ ഭൃഗാസുരന്റെ കഥയാണ്. 2ാമത്തെ കഥ ഭൃഗു മഹർഷി ഭഗവാനെ പരീക്ഷണം ചെയ്തതാണ്. ഇത് രണ്ടുമാണ് നമുക്കിവിടെ കാണാനുള്ളത്. 89ാമത്തെ അധ്യായത്തില് തുടക്കത്തില് ഭൃഗാസുരന്റെ കഥയാണ്. ഭൃഗാസുരന്റെ കഥ പറയുമ്പോൾ ഭഗവാന്റെ മഹത്വം, ത്രിമൂർത്തികളെല്ലാം പരമ തത്വം തന്നെയാണ്, പരമചൈതന്യം തന്നെയാണ് ത്രിമൂർത്തികളായി നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മഹാവിഷ്ണു തന്നെയാണ് ബ്രഹ്മാവ്, മഹാവിഷ്ണു തന്നെയാണ് ശിവനും. പക്ഷെ അവര് എടുത്ത് കൈയാളുന്ന ഗുണത്തിന് വ്യത്യാസമുണ്ട്. മഹാവിഷ്ണു സ്ഥിതിക്ക് വേണ്ടി മഹാവിഷ്ണു എപ്പോഴും സത്വം മാത്രം ധരിച്ചിരിക്കുന്നു, സത്വഗുണം. ബ്രഹ്മാവാണെങ്കിൽ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് രജോ ഗുണം സ്വീകരിച്ചിരിക്കുന്നു. മഹാദേവനാണെങ്കിൽ സത്വഗുണം ധാരാളം ഉണ്ടെങ്കിലും അത്ര തന്നെ പ്രബലമാണ് തമോ ഗുണം, സംഹാരമൂർത്തിയാണ്. 3 ഒരേ ആള് തന്നെയാണ്. പക്ഷെ ഈ 3 ഭാവങ്ങളില് സത്വഗുണത്തിന്റെ മുൻതൂക്കമുള്ളത് കൊണ്ട് മഹാവിഷ്ണുവിനെയാണ് നമ്മൾ ഭജിക്കേണ്ടത് എന്ന് വൈഷ്ണവ ഗ്രന്ഥമായ ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതേ കാര്യം തന്നെയാണ് 2 കഥകളിലൂടെ 89ാമത്തെ ദശകത്തിലും തത്വ വിസ്താരത്തിലൂടെ 90ാമത്തെ ദശകത്തിലും ഭഗവാൻ പറയുന്നത്, ഭട്ടതിരി ആചാര്യൻ പറയുന്നത്. 89ാമത്തെ ദശകത്തിൽ 1ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. രമാ ജാനേ ജാനേ രതിഃ തവ ഭക്തേഷു വിഭവോ ന സമ്പദ്യ സദ്യ സ്തതിഹ മദ കൃത്വാ ദശമിനം പ്രശാന്തിം കൃത്വൈവ പ്രദിശസി തവ കാമമഖിലം പ്രശാന്തേഷു ക്ഷിപ്രം ന ഖലു ഭവതീയേച്യുതി കഥാ. ഭഗവാനെ, അവിടുത്തെ ഭക്തന്മാര് പലപ്പോഴും സമ്പന്നത ഇല്ലാതെ നമ്മളുടെ കൺമുമ്പിൽ കാണാറുണ്ട്. പൊതുവെ പറയാറുണ്ട്, കൃഷ്ണ ഭക്തന്മാര് അവർക്ക് വലിയ സമ്പത്തൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറയാറുണ്ട്. ഒരു കാരണം, ഭഗവാൻ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് നമ്മളുടെ ചിന്ത വീണ്ടും വീണ്ടും ഭഗവാനിലേക്ക് നയിക്കും. ഭഗവാന്റെ ദിശയിലേക്ക് തിരിയട്ടെ നമ്മളുടെ ചിന്ത എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു കാരണം, അമിതമായിട്ടുള്ള സമ്പത്ത് നമുക്ക് തന്നാൽ
നമ്മുടെ ശ്രദ്ധ സമ്പത്തിന്റെ പിന്നാലെ പോകും. അങ്ങനെ അഹങ്കാരം വരും. ആ അഹങ്കാരമൊക്കെ ശമിപ്പിച്ചു കഴിഞ്ഞിട്ടേ ഭഗവാൻ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വരീയമായിട്ടുള്ള സമ്പത്ത്, ഈശ്വരീയമായിട്ടുള്ള നിറവ് തരുള്ളൂ എന്ന് പറയാറുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഭഗവാൻ ആരാണ്? ലക്ഷ്മീപതിയാണ്. ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാന് മനസ്സൊന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ഒരു ഞൊടിയിട കൊണ്ട് മഹേന്ദ്ര ഭവനത്തെ തോൽപ്പിക്കുന്ന ഗൃഹം കൊടുക്കാം. പിന്നെ മഹേന്ദ്രൻ പറഞ്ഞാൽ ദേവേന്ദ്രൻ തന്നെ. ദേവേന്ദ്രനേക്കാൾ വലിയ സുഖ സൗകര്യങ്ങള് മഹാബലിക്ക് കൊടുത്തിട്ടുണ്ട്. സ്വർഗത്തെക്കാൾ സുഖമാണ് അസുരനായിട്ടുള്ള മഹാബലി ഇരിക്കുന്ന സുതലം എന്ന് പറയാറുണ്ട്. ഭഗവാൻ മനസ്സിരുത്തിയാൽ അതൊക്കെ സാധിക്കും. മഹാബലിക്ക് എന്തുകൊണ്ടാണ് അത് കൊടുത്തത്? മഹാബലിക്ക് അത് കിട്ടാനുള്ള അർഹത ഉണ്ടായിരുന്നു. അതിനു മുമ്പ് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു മഹാബലിക്ക്. ആ അഹങ്കാരം ഭഗവാൻ മാറ്റി. വരുണപാശം കൊണ്ട് മഹാബലിയെ കെട്ടിയിട്ട് വാക്ക് പാലിച്ചില്ല, 3 അടി മണ്ണ് തന്നില്ല എന്ന് പറഞ്ഞിട്ട് 3 അടിക്ക് ചോദിക്കുമ്പോ ഭഗവാൻ ബ്രഹ്മചാരിയായിരുന്നു. കുഞ്ഞു കാലുകൊണ്ട് അളന്നെടുക്കാം. അങ്ങനെയുള്ള ഭഗവാൻ പെട്ടെന്ന് ത്രിവിക്രമനായിട്ട്, ഒരു ക്രമനായിട്ട് വളർന്നിട്ട് 2 അടി കൊണ്ട് എല്ലാ സ്ഥലങ്ങളും, ഭൂമിയും എല്ലാ ലോകങ്ങളും വളർന്നെടുത്തിട്ട് 3-ാമത്തെ അടിക്ക് അടിവയ്ക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് വാക്ക് ലംഘിച്ചു, പ്രതിജ്ഞ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് മഹാബലിയെ കുറെ ഭത്സിച്ച് സംസാരിക്കും. പിന്നെ മഹാബലിയെ വരുണപാശം കൊണ്ട് കെട്ടിയിടുകയും ചെയ്യും. പക്ഷെ അതിനുശേഷം ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ള സുതലത്തിലേക്ക് മഹാബലിയെ അയച്ചു. അതേമാതിരി കുചേലന്റെ കഥ നമുക്കറിയാം. ആദ്യം കുറെ കാലം കുചേലന് കഷ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഭഗവാനെ കാണാൻ വേണ്ടി വന്നു. അവിടെ വന്നിട്ട് ദ്വാരകാധീശനായിട്ട് ഭഗവാൻ ഇരിക്കുന്നത് കണ്ടപ്പോഴും രുക്മിണി ദേവി കുചേലന്റെ കാല് കഴുകി വെള്ളം ഒഴിച്ചു കൊടുത്തു. ഭഗവാൻ ആ വെള്ളം എല്ലാവരുടെ തലയിലും പ്രോക്ഷിച്ചു. രുക്മിണി ദേവി തന്നെ വീശിക്കൊടുത്തു. എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയപ്പോഴും ഭഗവാന്റെ ഐശ്വര്യത്തിൽ നിന്നൊരു കണിക പോലും തനിക്ക് വേണമെന്നുള്ള ആഗ്രഹം കുചേലൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുചേലൻ ആ പരീക്ഷയിൽ ജയിച്ചു. ആ സമയത്ത് കുചേലന് ചോദിക്കാതെ തന്നെ ഭഗവാൻ എല്ലാം കൊടുത്ത കഥ നമ്മൾ കാണുന്നു. അതിനെയാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭഗവാൻ ലക്ഷ്മീപതിയാണ്. രമാജാനെ ഭഗവാനെ വിളിക്കുകയാണ്, ഹേ ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാനെ. അവിടുത്തെ ഭക്തന്മാര് പലപ്പോഴും സമ്പന്നരല്ല. അത് അവർക്ക് സമ്പത്ത് കിട്ടിയാൽ ഗർവ് വരും. ഇപ്പൊ കൊടുത്തിട്ടുള്ള സമ്പത്തിന്റെ പേരിൽ അല്പം ഗർവുണ്ട്, മതമുണ്ട്, ദുരഭിമാനമുണ്ട്. അതൊക്കെ മാറ്റി, അതൊക്കെ ശമിപ്പിച്ച ശേഷം, പ്രശാന്തരായ ശേഷം ആ ഭക്തന്മാർക്ക് എല്ലാം കൊടുക്കാം എന്ന് ഭഗവാൻ തീർച്ചയാക്കുന്നു. ആ സമയത്ത് ഭഗവാൻ അവരുടെ എല്ലാ കാമങ്ങളും ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കണു. ഇത് ഭഗവാന്റെ ഒരു നിഷ്ഠയാണ് എന്ന് വേണം വിചാരിക്കാൻ. സദ്യപ്രസാദ രുഷിതാൻ വിധിശങ്കരാദീൻ കേചിത് വിഭോ നിജഗുണാനുഗുണം ഭജന്ത ഭ്രഷ്ടാ ഭവന്തി ബദ കഷ്ടമദീർഘദൃഷ്ട്യാ സ്പഷ്ടം മൃഗാസുര ഉദാഹരണം കിലാസ്മിൻ. ചില ഈശ്വരന്മാര്, വിധി ശങ്കരാദികൾ, വിധി ബ്രഹ്മാവ്, ശങ്കരൻ മഹാദേവൻ, അവരൊക്കെ എങ്ങനെയാണ്? സദ്യപ്രസാദ രുഷിതാൻ വിധി ശങ്കരാദീൻ. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് പ്രസാദിക്കുകയും ചെയ്യും. സദ്യ പെട്ടെന്ന് പ്രസാദിക്കും, ദേഷ്യപ്പെടും, രോഷം കൈക്കൊള്ളും. സദ്യപ്രസാദ രുഷിതാൻ വിധി ശങ്കരാദീൻ. അങ്ങനെയുള്ളവരെയാണ് പലരും ഭജിക്കുക. അതന്നെ മഹാദേവന് സാത്വികമായിട്ടുള്ള ഭാവമുണ്ട്. ആ ഭാവത്തെ അല്ല, പെട്ടെന്ന് ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ഭഗവാന്റെ ഭാവം മാത്രം നോക്കി ഭജിക്കും. എന്തിനു വേണ്ടി? വരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്.
പിന്നെ ഈ ഭജിക്കുന്ന ആൾക്കാര് അവരുടെ സ്വന്തം ഗുണങ്ങള്, സാത്വികത ഉണ്ടായിരിക്കില്ല. അവരുടെ സ്വഭാവത്തില് രാജസികതയായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്, താമസികതയായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അവരവരുടെ ഗുണങ്ങള് ഭഗവാനിൽ ആരോപിച്ചിട്ട് അട്രിബ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള ഭഗവാന്റെ ഭാവങ്ങളെയാണ് അവർ ഭജിക്കുക. അപ്പോഴാണ് അവര് വിധിയെയും ശങ്കരനെയും ഒക്കെ ക്ഷുദ്രമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭജിക്കുന്നത്. ഭ്രഷ്ട കേചിത് വിഭോ നിജ ഗുണാനുഗുണം ഭജന്ത. അവരവരുടെ ഗുണത്തിനനുസരിച്ചിട്ടാണ് ഈശ്വരനിലും ഗുണം കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഭ്രഷ്ടാ ഭവന്തി പദ കഷ്ടമദീർഘദൃഷ്ട്യ സ്പഷ്ടം മൃഗാസുര ഉദാഹരണം കിലാസ്മിൻ. മൃഗാസുരന്റെ കഥ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു നല്ല ഉദാഹരണം കാണാം. അത് ഒരു ദീർഘദർശിത ഇല്ലാതെ, ദീർഘ ആലോചന ഇല്ലാതെ അവർക്ക് പോകേണ്ട വഴിയിൽ നിന്ന് മാർഗഭ്രംശം വരണം, വഴി തെറ്റിപ്പോണം, സ്ഖലിതം സംഭവിക്കുന്നു. അങ്ങനെയായിട്ട് അവര് വലിയ നാശത്തിൽ പെടുന്നു. ഇത് വൃകാസുരന്റെ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ശകുനിജ സതു നാരദമേകദാ ത്വരിതദോഷമപൃച്ഛദധീശ്വരം സജതി ദേശഗിരീശമുപാസിതും നതു ഭവന്തമബന്ധുമസാധുഷു. നതു ഭവന്തം അബന്ധു അസാധുഷു. ശകുനി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പുത്രനാണ് വൃകാസുരൻ. മഹാഭാരത കഥയിൽ കാണുന്ന ചൂത് കളിക്കുന്ന ശകുനിയല്ല, അത് ഗാന്ധാര രാജകുമാരനാണ്. ഗാന്ധാരി ദേവിയുടെ സഹോദരനാണ്. ആ ശകുനിയല്ല, വേറെ ഒരു അസുരനായിട്ടുള്ളൊരു ശകുനിയുണ്ട്, ദാനവനായിട്ടുള്ള ശകുനി. ആ ശകുനിയുടെ പുത്രനാണ് നമ്മളുടെ ഇവിടുത്തെ കഥാപാത്രമായിട്ടുള്ള വൃകാസുരൻ. ശകുനിയുടെ പുത്രനായിട്ടുള്ള വൃകാസുരൻ ഒരു ദിവസം നാരദ മഹർഷി കണ്ടപ്പോ നാരദ മഹർഷിയോട് ചോദിച്ചു, ഏറ്റവും ത്വരിത ദോഷം അപൃച്ഛദധീശ്വരം, ഏത് ഈശ്വരനാണ് പെട്ടെന്ന് പ്രസാദിക്കുക? എന്തിനു വേണ്ടിയാണ്? അവരവർക്ക് ഈശ്വരനെ പറ്റി അറിയാനല്ല, അവരവർക്ക് ലാഭം കൊയ്തെടുക്കണം. അതിനുവേണ്ടി ഭഗവാനെ തപസ് ചെയ്ത് വേഗം ഭഗവാൻ പ്രസാദിക്കണം. അങ്ങനെയുള്ള ഈശ്വരനെ പറഞ്ഞു തരൂ. അല്ലാണ്ട് സാധാരണ എങ്ങനെയാണ് നല്ല സജ്ജനങ്ങൾ ചെയ്യുക? അവർക്കൊരു ഇഷ്ടദേവൻ ഉണ്ടായിരിക്കും, ആ ഇഷ്ടദേവനെ ധ്യാനിക്കും, ആ ഇഷ്ടദേവന്റെ മന്ത്രങ്ങൾ ചൊല്ലും. ഇവിടെ അങ്ങനെയല്ല, ഇഷ്ടദേവനൊന്നുമില്ല. ഇഷ്ടവും അനിഷ്ടവും ഒക്കെ തനിക്ക് കിട്ടുന്ന ലാഭത്തിനനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് ആരാണ് പെട്ടെന്ന് പ്രസാദിക്കുക, അവരെ ധ്യാനിക്കാം, അവരെ തപസ് ചെയ്യാം, അവരെ ഉദ്ദേശിച്ച് തപസ് ചെയ്യാം. നാരദ മഹർഷി പറഞ്ഞു കൊടുത്തത് ഗിരീശന്റെ പേരാണ്. ഗിരീശൻ, ഗിരിയുടെ ഈശൻ, കൈലാസഗിരിയുടെ നാഥനാണ് ഭഗവാൻ. കൈലാസനാഥനായിട്ടുള്ള ഭഗവാന്റെ പേര് തന്നെയാണ്, മഹാദേവന്റെ പേരാണ് പറഞ്ഞു കൊടുത്തത്. കാരണം ഇങ്ങനത്തെ ജനങ്ങളൊക്കെ തപസ് ചെയ്താലും മഹാദേവന്റെ കുറച്ച് താമസിക സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനത്തെ അതായത് തൻ്റെ ഭക്തൻ ഒരു പക്ഷേ നാശത്തിലേക്കായിരിക്കും പോണത്, എന്നാലും വേണ്ടില്ല, പെട്ടെന്ന് പ്രസാദിച്ച് തൻ്റെ ഭക്തന് എന്തെങ്കിലുമൊക്കെ സന്തോഷിച്ച് ചോദിക്കാൻ പാടില്ലാത്തത് ചോദിച്ച് അതുപോലും കൊടുക്കുക എന്നുള്ളത് മഹാദേവന്റെ ഒരു സ്വഭാവമാണ്. മഹാദേവന്റെ ഈ പ്രസാദം അവർക്ക് പലപ്പോഴും നാശത്തിനാവും. സംഹാരമൂർത്തിയായിട്ടുള്ള മഹാദേവൻ ഉദ്ദേശിച്ചിട്ടാണോ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈശ്വരന്മാരുടെ മനസ്സ് നമുക്ക് വായിക്കാൻ പറ്റില്ല. എന്തായാലും ശ്രീനാരദ മഹർഷി മഹാവിഷ്ണുവിനെ നല്ലതുപോലെ അറിയുന്നത് കൊണ്ട് വളരെ ഒരു അസാധു സ്വഭാവമുള്ള ആളാണ്, ചീത്ത സ്വഭാവമുള്ള ആളാണ് ശകുനി എന്ന് അറിഞ്ഞുകൊണ്ട്, ശകുനിയുടെ പുത്രനായിട്ടുള്ള വൃകാസുരൻ എന്ന് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ പേര് പറഞ്ഞില്ല, അവിടുത്തെ ധ്യാനിക്കാൻ പറഞ്ഞില്ല. കാരണം ഇങ്ങനത്തെ ഘോര സ്വരൂപമുള്ള ഒരു അസുരന്റെ ധ്യാനത്തില് ഭഗവാൻ പെട്ടെന്നൊന്നും പ്രസാദിച്ചു എന്ന് വരില്ല, വിഷ്ണു ശിവൻ പ്രസാദിക്കുന്നത് പോലെ. അതുകൊണ്ട് മഹാവിഷ്ണുവിന്റെ പേര് പറഞ്ഞു കൊടുത്തില്ല. തപസ്തപ്ത്വാ ഘോരം സഖലു കുപിതഃ സപ്തമദിനേ
ഗിരശ്ചിത്വാ സദ്യ പുരഹരമുപസ്ഥാപ്യ പുരത അതിക്ഷുദ്രം രൗദ്രം ശിരസി കരദാനേന നിധനം ജഗന്നാഥാത് പവ്രേ ഭവതി വിമുഖാനാം ക്വ ശുഭതി. വൃകാസുരൻ തപസ് ചെയ്യാൻ തുടങ്ങി. ഘോരമായിട്ടുള്ള തപസ് ചെയ്തു. തപസ് ചെയ്തിട്ട് 7 ദിവസം അങ്ങനെ തപസ്സിലിരുന്നു. 7ാമത്തെ ദിവസമായപ്പോഴും മഹാദേവനെ മുന്നിൽ കണ്ടില്ല, പ്രത്യക്ഷപ്പെട്ടില്ല. അതുകൊണ്ട് ദേഷ്യം വന്നിട്ട് തല പെട്ടെന്ന് തല അറുത്തിട്ട് ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഭഗവാനെ പ്രസാദിപ്പിക്കാനുള്ള പുറപ്പാടായിരുന്നു. തല അറുത്തു. ആ സമയത്തേക്ക് ഭഗവാൻ എത്തി. പെട്ടെന്ന് ഭഗവാൻ വന്നു. ഭഗവാന്റെ സ്പർശം കൊണ്ട് തല തെറിച്ചു പോയില്ല, അവിടെ തന്നെ നിന്നു. എന്നിട്ട് ഭഗവാൻ ചോദിക്കും എന്താണ് വേണ്ടതെന്ന് ചോദിച്ച സമയത്ത്, മഹാദേവൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാത്വികത ഉള്ള ഭഗവാനാണ്. ആ ഭഗവാനോട് ചോദിച്ചു വാങ്ങാൻ കണ്ടത്, വൃകാസുരനെ ചോദിച്ചു വാങ്ങാൻ കണ്ടത് ഏറ്റവും ക്ഷുദ്രമായിട്ടുള്ള അനുഗ്രഹമായിരുന്നു. ഞാൻ ആരുടെ തലയിലാണോ കൈവയ്ക്കുന്നത് ആ ആള് തല തെറിച്ച് പൊട്ടിത്തെറിച്ച് മരിച്ചു പോണം. എന്തൊരാഗ്രഹമാണ് നോക്കൂ. ഇതിനു വേണ്ടിയാണ് ഈശ്വരനെ അന്വേഷിച്ച് നടന്നത്. ഇതിനു വേണ്ടിയാണ് ഘോരമായിട്ടുള്ള തപസ് ചെയ്തത്. ഇതിനു വേണ്ടിയാണ് സ്വന്തം തല അറുക്കാൻ തയ്യാറായത്. എന്തായാലും മഹാദേവൻ ഒന്നും കൂടുതൽ ആലോചിക്കാതെ തഥാസ്തു എന്ന് പറഞ്ഞിട്ട് വരം കൊടുത്തു. ഇതാണ് മഹാദേവന്റെ സ്വഭാവം. അത് കൊടുത്തു. ആ സമയത്തോ ഇവിടെ എടുത്തു പറയാണ്, മേൽപ്പത്തൂർ ആചാര്യൻ എടുത്തു പറയാണ്, ജഗന്നാഥനായിട്ടുള്ള മഹാദേവനിൽ നിന്ന് ചോദിച്ചു വാങ്ങിയത് ഇത്രയും ക്ഷുദ്രമായിട്ടുള്ള അതിക്ഷുദ്രം അങ്ങനത്തെ ഒരു വരമാണ്. നോക്കൂ, ഭഗവാനെ വാതിൽമാടത്തിൽ ഇരുന്നിട്ട് കൃഷ്ണനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഭഗവാനെ അവിടുത്തെ ആരാധിക്കാൻ ഒരാൾ തയ്യാറായില്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് ശുഭമായിട്ടുള്ള മനസ്സുണ്ടാവുക, മംഗളമയമായിട്ടുള്ള മനസ്സുണ്ടാവുക? ഉണ്ടാവാൻ ഒരു വഴിയില്ല. അതാണ് ഇവിടെ കണ്ടത്. അടുത്ത ശ്ലോകത്തിൽ പിന്നെ എന്തുണ്ടായി എന്ന് പറയുന്നു. ഭഗവാൻ വരം കൊടുത്തു. വളരെ അപകടം പിടിച്ച ഒരവസരമാണ് അവിടെ ഇപ്പൊ ജനിച്ചിട്ടുള്ളത്. ഉണ്ടായ സിറ്റുവേഷൻ വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടായത്. മുക്താരം ബന്ധമുക്തോ ഹരിണപതിരിവ പ്രാദ്രവത്സോധരുദ്രം ദൈത്യാദ്ഭീത്യാസ്മദേവോ ദിശി ദിശി വലതേ പൃഷ്ഠതോ ദത്തദൃഷ്ടി തൂഷ്ണീകേ സർവലോകേ തവ പദമധിരോക്ഷ്യന്തമുദ്വീക്ഷ്യ സർവം ദൂരാദേവാഗ്രതസ്ത്വം പടുവടുവപുഷാ തസ്ഥിഷേ ദാനവായ. ഒരു കൂട്ടിന്റെ ഉള്ളിലുള്ള സിംഹം, ആ സിംഹത്തെ ഒരാള് വന്ന് രക്ഷിച്ചാൽ ആ സിംഹം എന്താണ് ചെയ്യുക? പുറത്തേക്ക് ചാടി വന്നിട്ട് ആദ്യം അയാളെ പിടിച്ചു തിന്നും. അതുപോലെ തനിക്ക് ആരാണോ മുക്തി തന്നത് ആ വ്യക്തിയെ തന്നെ നശിപ്പിക്കും. ഇത് താമസിക ജനങ്ങളുടെ സ്വഭാവം. അത് തന്നെയാണ് ഇവിടെ വൃകാസുരൻ കാണിച്ചത്. തന്റെ രക്ഷയ്ക്ക് വന്ന ഭഗവാൻ, തന്നെ മോചിപ്പിക്കാൻ വേണ്ടി വന്ന ഭഗവാൻ, ആ ഭഗവാന്റെ നേർക്ക് ചാടി വീണു. തന്റെ കയ്യൻ കൊണ്ട് ഭഗവാന്റെ തലയിൽ തൊട്ടിട്ട് ഭഗവാനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ശ്രീമദ് ഭാഗവതത്തിൽ അതിന്റെ കാരണം എടുത്തു പറയുന്നുണ്ട്. ഗൗരീഹരണ ലാലസ കൊണ്ടാണ്. പാർവതി ദേവിയെ അപഹരിക്കാൻ പോലും, എന്നിട്ട് സ്വന്തമാക്കാൻ, സ്ത്രീ എന്നുള്ള നിലയിൽ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയും ഇല്ലാത്ത വൃകാസുരന്റെ അധമ സ്വഭാവം എത്രയാണ് എന്നുള്ളത് ആലോചിക്കാൻ പോലും നമുക്ക് പറ്റില്ല. അങ്ങനെയുള്ള വൃകാസുരൻ ഭഗവാന്റെ പിന്നാലെ ഭഗവാന്റെ തലയിൽ കൈവയ്ക്കാൻ വേണ്ടി ഓടി. ആ ദൈത്യനിൽ നിന്ന് പേടിച്ചിട്ട് എല്ലാ ദൈത്യന്മാരും പേടിക്കുന്ന ഭഗവാൻ ഇവിടെ താൻ കൊടുത്ത വരത്തിന്റെ പേരിൽ ആ ദൈത്യനിൽ നിന്ന് ഉത്ഭവിക്കുന്ന പേടിയിൽ വീണിട്ട് ഭഗവാൻ ഇങ്ങനെ അവിടെയും ഇവിടെയും ഓടി നടക്കുകയാണ്. ദൈത്യാത് ഭീത്യാസ്മദേവോ ദിശി ദിശി, ഓരോരോ ദിശകളിലേക്ക് പോവുകയാണ്. അങ്ങനെ പോണ ഇടയില് പേടിച്ചിട്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ട്.
മഹാദേവൻ. അത്രയ്ക്കും പേടിച്ചിട്ട്. ഒരു വല്ലാത്ത കാഴ്ചയാണത്. അത് കണ്ടിട്ടോ സർവ്വലോകങ്ങളും മുകളില് ദേവന്മാരൊക്കെ തന്നെ ഈ അസുരനെ പേടിച്ചോടുന്ന ഭഗവാനെ കണ്ടിട്ട് അവര് തരിച്ചു നിന്നുപോയി. ഒന്നും മിണ്ടാൻ പറ്റില്ല. തൂഷ്ണീകേ സർവലോകേ തവ പദമധിരോച്യന്തമുദ്വീക്ഷ്യ ശർവം. അങ്ങനെ പേടിച്ചു നിൽക്കാൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ അവിടെ ചെയ്യാൻ പറ്റുന്നത് മഹാവിഷ്ണുവിന് മാത്രമാണ്. ഭഗവാനെ അവിടുന്ന് ആ ദിവസം പെട്ടെന്ന് ഒരു ചെറിയ ബ്രഹ്മചാരി കുട്ടിയുടെ രൂപത്തിലായിട്ട് പെട്ടുവല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു? ആ അസുരൻ ഓടുന്ന വഴിയിൽ തന്നെ പോയി നിന്നു. അസുരനെ കാണാൻ പാകത്തിന് മുന്നില് പ്രത്യക്ഷനായി നിന്നു കൊടുത്തു. അതിന് സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു അസുരന് ഭഗവാന്റെ കാഴ്ച കിട്ടില്ല. ഒരു പക്ഷേ ദുരുദ്ദേശത്തോടു കൂടിയാണെങ്കിലും 7 ദിവസം മഹാദേവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തിയതല്ലേ. അതിന്റെ പേരിലായിരിക്കണം ആ അസുരന് ഇങ്ങനെ ഭഗവാനെ മുന്നിൽ കാണാൻ പറ്റിയത്. ഓടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് തന്റെ വഴിയിൽ ഭദ്രം ദേശാകുനേയ ഭ്രമസി മധുനാ ത്വം പിശാചസ്യ വാച സന്ദേഹശ്ചേന്മദുക്തൗ തവ കിമുന കരോഷ്യങ്കുലീമംഗമൗലൗ ഇത്തം ത്വദ്വാക്യമൂഢ ശിരസി കൃതകര സോപതിച്ഛിന്നപാദം ഭ്രംശോ ഹ്യേവം പരോപാസിതുരപി ച ഗതിശൂലിനോപി ത്വമേവ. ഹേ ശാകുനേയ, ശകുനിപുത്ര, ഭദ്രം തേ, നിനക്ക് നല്ലത് വരട്ടെ. ഭഗവാൻ പറയാണ് ചെറിയൊരു കുട്ടിയുടെ രൂപത്തിൽ ചെന്നിട്ട്, ബ്രഹ്മചാരി കുട്ടിയുടെ രൂപത്തിൽ ചെന്നിട്ട്, നിനക്ക് നല്ലത് വരട്ടെ. നീ ആ പിശാച്, ഹേ ദാനവ, ശ്രേഷ്ഠനായിട്ടുള്ള ദാനവ ശാകുനേയ, അങ്ങ് ആ പിശാചിന്റെ വാക്ക് കേട്ടിട്ട് വിശ്വസിച്ചു. പിശാച് എന്ന് പറഞ്ഞാൽ ആരാണ്? മാംസം കഴിക്കുന്നവനാണ്. മാംസം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ മഹാദേവൻ ശ്മശാനത്തിലാണ് വാസം. മഹാദേവനെ ഇന്നത് നീതിക്കുക എന്നുള്ളതില്ല. എന്ത് വേണമെങ്കിലും വളരെ താമസികമായിട്ടുള്ള സബ്സ്റ്റൻസസ് കൂടി മുന്നിൽ കൊണ്ടുവന്നിട്ട് വേദിച്ച ഭഗവാൻ സ്വീകരിക്കും. അങ്ങനെയുള്ള മാംസം പോലും തിന്നുന്ന, പലപ്പോഴും അങ്ങനെയാണല്ലോ താമസികമായിട്ടുള്ള പൂജയില് മദ്യവും മാംസവും ഒക്കെയാണല്ലോ നേദിക്കുക. അതൊക്കെ സ്വീകരിക്കുമല്ലോ ഭഗവാൻ. അങ്ങനെ മാംസം തിന്നുന്ന ആ ആള്, അങ്ങനത്തെ ഒരാള് തന്നിട്ടുള്ള വാക്കില് നിനക്ക് വിശ്വാസം വന്നു. ഹേ ദാനവ, വൃകാസുര, നിനക്കതിൽ വിശ്വാസം വന്നു. സന്ദേഹശ്ചേന്മദുക്തൗ തവ കിമുന കരോഷ്യങ്കുലീമംഗമൗലൗ. അയാളുടെ വാക്കിൽ ഇനിയും വിശ്വാസം ഉണ്ടെങ്കിൽ, പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഭഗവാൻ അവിടുന്ന്, അതായത് വൃകാസുരനോട് പറയാണ്, വൃകാസുര, അങ്ങയുടെ കൈ തന്നെ തലയിലൊന്ന് വെച്ച് നോക്കൂ. എന്നാ നമുക്കറിയാലോ മഹാദേവൻ തന്നിട്ടുള്ള വരത്തിന് ഫലം ഉണ്ടോ എന്നുള്ളത്. ഇത്തം തദ്വാക്യമൂഢ ശിരസി കൃതകരസോപതിച്ഛിന്നപാദം ഭ്രംശോ ഹ്യേവം പരോപാസിതുരപി ജഗതി ശൂലിനോപി ത്വമേവ. ആ കിട്ടിയ വരം ഇപ്പോ ശാകുനയില് അത് തന്നെ ശാപമായി വന്നു. ഭഗവാൻ എന്താണ് പറഞ്ഞത്? വടുവിന്റെ രൂപത്തിൽ വന്നിട്ട്, ബ്രഹ്മചാരിയുടെ രൂപത്തിൽ വന്നിട്ട് അങ്ങയുടെ കൈ തന്നെ തലയിൽ വെച്ചു നോക്കുന്ന വിഡ്ഢിയായിട്ടുള്ള അസുരൻ സ്വന്തം കൈ അങ്ങനെ തലയിൽ വെച്ചു. വെച്ച സമയത്ത് ശിവൻ കൊടുത്തിട്ടുള്ള വരപ്രകാരം ശിരസ് പൊട്ടിത്തെറിച്ച അസുരൻ അവിടെ മരിച്ചു. 1-2 പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതിൽ നിന്ന്. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളുടെ ജീവിതം ഒരു തപസ്സിന് തുല്യാണ്. വേണ്ടത്ര ഉറങ്ങില്ല, ഉറക്കത്തിനെ ജയിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ, വ്രതങ്ങൾ നോക്കിയിട്ടും അല്ലാതെയും ഭക്ഷണം കഴിക്കാതെ, വളരെ കഷ്ടപ്പെട്ട് ധാരാളം പണമുണ്ടെങ്കിലും ഒട്ടും ചെലവാക്കാതെ, സ്വന്തം കാര്യത്തിൽ വളരെ ലാളിത്യത്തോടുകൂടി പെരുമാറി തപസ് പോലെ നമ്മൾ ജീവിക്കും. നല്ലത് തന്നെയാണത്. പക്ഷെ ആ തപസ്സിന്റെ ഉദ്ദേശം മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്നുള്ളതാണെങ്കിലോ, ഇവിടെ അതിനെ എക്സാജറേറ്റ് ചെയ്തിട്ട് എടുത്തു പറയുകയാണ്, എന്റെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും മരിച്ചു പോണം. ആരുടെ തലയിലാണോ വെക്കുന്നത് ആ ആള് മരിച്ചു പോണം. നമ്മൾ തപസ് ചെയ്തിട്ടുണ്ടാക്കുന്ന നമ്മളുടെ ശക്തിയും പലപ്പോഴും നമ്മള്
മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി വളരെ വിദഗ്ധമായിട്ട് കരുക്കൾ നീക്കിക്കൊണ്ട് ഈ ജീവിത യുദ്ധത്തിൽ വളരെ വിദഗ്ധമായിട്ട് കരുക്കൾ നീക്കി നമ്മളുടെ എതിരാളിയെ പെട്ടെന്ന് ചെക്ക്മേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എല്ലാ കഴിവുകളും ഉപയോഗിക്കുന്നത്. ഇതിനെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളുടെ ഉള്ളിലൊക്കെ ഒരു വൃകാസുരനുണ്ട്. അങ്ങനെ വൃകാസുര സ്വഭാവം നമ്മൾ കാണിച്ചാൽ ഈ വൃകാസുരന്റെ പോലെ നമ്മളുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മളുടെ തല തന്നെ ഒരു ദിവസം പൊട്ടിത്തെറിക്കും. ലിറ്ററലായിട്ട് അല്ലെങ്കിൽ മെറ്റഫോറിക്കലായിട്ടെങ്കിലും എന്നുള്ളത് എടുത്തു പറയുകയാണ് ഇവിടെ. നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യമുണ്ട് ഇവിടെ. അങ്ങനെ ഇപ്പോ ഈ വൃകാസുരന്റെ അവസാനമായി പൊട്ടിത്തെറിച്ചു, മരിച്ചു. പിന്നെ അതോടുകൂടി ആ കഥ അവസാനിച്ചു. ഇവിടെ എന്താണ് കാണുന്നത്? മഹാദേവനെ രക്ഷിക്കാൻ മഹാവിഷ്ണു വന്നു. താമസിക സ്വഭാവമുള്ള മഹാദേവൻ താമസിക സ്വഭാവത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ടുള്ള വൃകാസുരന് കൊടുത്ത വരം കൊണ്ട് കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ വിഷ്ണു തന്നെ വന്നു രക്ഷിക്കാൻ. അപ്പോ ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് സാത്വിക സ്വഭാവം തന്നെ ആവശ്യമാണ്. ആ സാത്വിക സ്വഭാവം തന്നെയാണ് വിഷ്ണുവിൽ ഉടനീളം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിഷ്ണുവിന് അധികം മഹത്വമുണ്ട്. 3 പേരും ഒന്നാണെങ്കിലും നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് വിഷ്ണുവിന്റെ ശാന്തമായിട്ടുള്ള രൂപം നമുക്ക് കാണാം. ഗുരുവായൂരപ്പന്റെ രൂപം എടുത്തു നോക്കൂ, എന്തൊരു ശാന്തമായിട്ടുള്ള രൂപമാണ്. വൃന്ദാവനത്തിൽ ഓടക്കുഴലിൽ ഊതി നിൽക്കുന്ന ഭഗവാനെ ആലോചിച്ചു നോക്കൂ. കയ്യിൽ എന്താണ്? ആയുധമൊന്നുമല്ല, കാലിയും വയ്ക്കുന്ന കോലും ഓടക്കുഴലും ഒക്കെയാണ് ഭഗവാന്റെ കയ്യിലുള്ളത്. അങ്ങനെയുള്ള മഹാവിഷ്ണുവിനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് എന്നുള്ളത് ഈ കഥയിലൂടെ പറഞ്ഞു തന്നു. ഇനി അടുത്തതില് ഭൃഗു മഹർഷി കുറച്ചുകൂടി വലിയൊരു ഒരു ആഴത്തിലുള്ള കഥയാണ്. ഭൃഗു മഹർഷിയുടെ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന തത്വം. ഭൃഗു മഹർഷി സരസ്വതി നദീ തീരത്ത് അനേകം ഋഷിമാര് കൂടിയിരുന്ന സമയത്ത് അവരുടെ ഇടയിൽ ഭൃഗു മഹർഷി ഉണ്ടായിരുന്നു. ഭൃഗു മഹർഷി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പത്നിയായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ അച്ഛനാണ്. ഭൃഗു മഹർഷിയുടെ പുത്രിയാണ് ലക്ഷ്മി ദേവി. അതുകൊണ്ടാണ് ലക്ഷ്മി ദേവിയെ നമ്മൾ ഭാർഗവി എന്ന് വിളിക്കുന്നത്. ഭൃഗു മഹർഷിയുടെ പുത്രി ആയതുകൊണ്ടാണ് ഭാർഗവി എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഭൃഗു മഹർഷി സരസ്വതി നദീ തീരത്തിരിക്കുന്ന സമയത്ത് ഈ മുനിമാരെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടിയത് എന്തിനായിരുന്നു? 3 ദേവതമാരില്, ത്രിമൂർത്തികളില് ആർക്കാണ് ഏറ്റവും അധികം മഹത്വം എന്നുള്ളത് കണ്ടുപിടിക്കാനായിരുന്നു. അത് കണ്ടുപിടിക്കാനുള്ള ദൗത്യം അവരെ ഏൽപ്പിച്ചത് ഭൃഗു മഹർഷിയായിരുന്നു. അങ്ങനെയുള്ള ഭൃഗു മഹർഷി ആദ്യം തന്നെ വേഗം ഈ ദൗത്യം കിട്ടിയ ഉടനെ തന്നെ തുടങ്ങുന്നത് ബ്രഹ്മാവിൽ നിന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മാവിന്റെ ലോകത്തിലേക്ക്, സത്യലോകത്തിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഭൃഗുവിന്റെ അച്ഛനാണ് ബ്രഹ്മാവ്. അപ്പൊ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അച്ഛന്റെ സാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമസ്കരിക്കണം. അതൊന്നും ചെയ്യാതെ, ആദരിക്കാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ ബ്രഹ്മാവിന് ഒരു ഞെട്ടലാണ് ഉണ്ടായത്. തൻ്റെ പുത്രൻ തന്നെ ആദരിക്കാതെ മുമ്പില് വളരെ അനാദരവോടുകൂടി നിൽക്കണു. അങ്ങനെ വന്ന സമയത്ത് ബ്രഹ്മാവിന് ദേഷ്യം വന്നു. അങ്ങനെ എഴുന്നേറ്റു. ബ്രഹ്മാവ് കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടു. ആ സമയത്ത് അവിടെ നിന്ന് ഭൃഗു മഹർഷി ഓടി രക്ഷപ്പെട്ടു. എന്നിട്ട് നേരെ മഹാദേവന്റെ അടുത്ത് ചെന്നു. അവിടെ ചെന്നപ്പോ മഹാദേവനോ ഓടി വന്ന്, 2 പേരും, ഭൃഗു മഹർഷിയും മഹാദേവനും 2 പേരും ബ്രഹ്മാവിന്റെ പുത്രന്മാരാണ്. അതുകൊണ്ട് അവര് സഹോദരങ്ങളാണ്. കുറേ കാലത്തിന് ശേഷം സ്വന്തം സഹോദരനെ കണ്ടാൽ ആരാണെങ്കിലും പോയി വേഗം ആലിംഗനം ചെയ്യും. അതുപോലെ മഹാദേവനും ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ആ സമയത്ത് ഭൃഗു മഹർഷി പരീക്ഷണത്തിന് വന്നതല്ലേ. സാധാരണ നിലയില് മഹാദേവന്റെ കയ്യിൽ നിന്ന് ഒരു ആലിംഗനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണ്. അതറിയാത്ത ആളല്ല ഭൃഗു മഹർഷി. പക്ഷെ ഇവിടെ മഹാദേവനെ
ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭൃഗു മഹർഷി പറയും, എന്നെ തൊടരുത്. ഈ ഭസ്മം പൂശിയ ശരീരം കൊണ്ട്, പാമ്പുകളെ മാലകളാക്കിയിട്ടിട്ടുള്ള ഈ ശരീരം കൊണ്ട്, കയ്യിൽ ശൂലം വെച്ച് നടക്കുന്ന അങ്ങ് എന്നെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് തള്ളി മാറ്റും. തൊടാൻ സമ്മതിക്കില്ല. ആ സമയത്ത് മഹാദേവന് ദേഷ്യം വന്നിട്ട് ശൂലം എടുത്ത് കുത്താൻ വേണ്ടി പുറപ്പെട്ടു. ഭൃഗു മഹർഷി മരിച്ചു പോവുകയായിരുന്നു. പക്ഷെ പാർവതി ദേവി ഇടപെട്ടു, ഭഗവാന്റെ കയ്യെ പിടിച്ചു, ശൂലം പതുക്കെ മാറ്റി വെപ്പിച്ചു. അങ്ങനെ ഭൃഗു മഹർഷി അവിടെ രക്ഷപ്പെട്ടു. പിന്നെ ഭൃഗു മഹർഷി പോയത് ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ അടുത്തേക്കാണ്. ഈ ശ്ലോകം ഇതാണത് പറയുന്നത്. ഭൃഗും കില സരസ്വതീ നികടവാസിനസ്താപസ ത്രിമൂർത്തിഷു സമാദിശന്നധിക സത്വതം വേദിതും അയം പുനരനാദരാദുദിതരുദ്ധരോഷൈവിധൗ ഹരേപി ച ജിഹിംസിഷൗ ഗിരിജയാ ധൃതേ ത്വാമഗാത്. മഹാദേവന്റെ വിധിയുടെ, അതായത് ബ്രഹ്മാവിന്റെ കോപം ഒതുക്കാൻ ഭൃഗു മഹർഷിക്ക് ഒറ്റയ്ക്ക് സാധിച്ചു. പക്ഷെ മഹാദേവന്റെ കോപം ഒതുക്കാൻ പാർവതി ദേവിയുടെ സഹായം വേണ്ടി വന്നു, അമ്മയുടെ സഹായം വേണ്ടി വന്നു. അങ്ങനെ വേഗം പിന്നെ പോയത് ഭഗവാന്റെ അടുത്തേക്കാണ്. സുപ്തം ഭ്രമാങ്കഭുവി പങ്കജലോചനം ത്വം വിപ്രേ വിനിഘ്നതി പദേന മുദോത്ഥിതസ്ത്വം സർവം ക്ഷമസ്വ മുനിവര്യ ഭവേത് സദാ മേ ത്വത്പാദചിഹ്നമിഹ ഭൂഷണമിത്യവാദി. വൈകുണ്ഠത്തിൽ ചെന്ന സമയത്ത് ഭഗവാൻ ലക്ഷ്മീദേവിയുടെ മടിയില്, രമാങ്കഭുവി ലക്ഷ്മീദേവിയുടെ മടിയില് സുപ്തം കിടന്നുറങ്ങുകയായിരുന്നു. പങ്കജലോചനായിട്ടുള്ള ഭഗവാൻ, നീണ്ടിടംപെട്ട കണ്ണുകളുള്ള ഭഗവാൻ ഇങ്ങനെ കണ്ണടച്ച് ശാന്തനായിട്ട് ലക്ഷ്മി ദേവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. ആ സമയത്താണ് ഭൃഗു മഹർഷി വന്നത്. വിപ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൃഗു മഹർഷി. വിനിഘ്നതി പദേന മുദോത്ഥിതസ്ത്വം, ഭഗവാന്റെ നെഞ്ചത്ത് ചവിട്ടി ഉണർത്തിയ സമയത്തോ കണ്ണ് തുറന്നപ്പോ പോലും മുഖത്തൊരു ഞെട്ടലോ ദേഷ്യമോ പ്രതികാരമോ അമർഷമോ ഈർഷ്യയോ ഒന്നുമില്ല. കണ്ണ് തുറക്കുന്നത് തന്നെ സന്തോഷത്തോടു കൂടിയിട്ടാണ്. എന്നിട്ട് ആദ്യം തന്നെ പറയണത്, എന്താണ് കിടക്കുമ്പോ നെഞ്ചത്ത് ചവിട്ടിയത് എന്നല്ല, ഇങ്ങനെ അവിടുന്ന് വരുമ്പോ അവിടുത്തെ വഴിയിൽ ഞാൻ കിടന്നുവല്ലോ, അവിടുത്തെ കാല് എന്റെ നെഞ്ചത്ത് തട്ടിയിട്ട്, കോമളമായിട്ടുള്ള അവിടുത്തെ കാല്, മൃദുവായിട്ടുള്ള അവിടുത്തെ കാലിന് വല്ല ക്ഷതവും പറ്റിയോ, ക്ഷമിക്കണേ ഹേ മുനിവര്യ. ഭൃഗുമഹർഷി വിളിക്കുകയാണ്, ഹേ മുനിവര്യ മഹർഷി, അവിടുന്ന് സർവം ക്ഷമസ്വ, ഇതൊക്കെ ക്ഷമിക്കണേ. എന്റെ നെഞ്ചത്ത് ചവിട്ടി എനിക്കിങ്ങനെ എക്കാലവും സൂക്ഷിക്കാനുള്ള ഒരു പാട് ഉണ്ടാക്കി തന്നുവല്ലോ, സ്കാർ. ആ സ്കാറാണ് ഭഗവാന്റെ നെഞ്ചത്ത് ശ്രീവത്സം എന്നുള്ള പേരിൽ നമ്മൾ കാണുന്നത്. മഹാവിഷ്ണുവിനെ വർണ്ണിക്കുമ്പോ ശ്രീവത്സത്തിന്റെ വർണ്ണന ഇല്ലാണ്ട് ഭഗവാനെ വർണ്ണിക്കാൻ പറ്റില്ല. ശ്രീവത്സംഖിതമായിട്ടുള്ള ഭഗവാന്റെ നെഞ്ച് വർണ്ണിക്കാതെ മഹാവിഷ്ണുവിനെ ആരും വർണ്ണിക്കാറില്ല. ആ ശ്രീവത്സം എവിടുന്ന കിട്ടിയത് ഭഗവാന്? ശ്രീവത്സം കിട്ടിയത് ഭൃഗു മഹർഷിയുടെ ചവിട്ടിന്റെ പാടാണത്. അത് ഞാൻ എന്നും നെഞ്ചിൽ സൂക്ഷിക്കും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ മഹാവിഷ്ണുവിന്റെ വിനയം എന്താണ്, ബ്രാഹ്മണ ഭക്തി എന്താണ്, തന്റെ ഭാര്യയുടെ പിതാവാണ്, അതുകൊണ്ട് അച്ഛന്റെ സ്ഥാനമാണ്. ഇതെല്ലാം ഈ നല്ല ഗുണങ്ങളൊക്കെ ഉള്ള ഭഗവാനെ തന്നെയല്ലേ ഭജിക്കേണ്ടത് എന്നുള്ളത് ഈ കഥയിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലായി. നിശ്ചിത്യതേ ച സുദൃഢം ത്വയി ബദ്ധഭാവാ സാരസ്വതാ മുനിവരാ ദതിരേ വിമോക്ഷം
ത്വാമേവമച്യുത പുനശ്ച്യുതിദോഷഹീനം സത്വോച്ചയൈകതനുമേവ. നിശ്ചിത്യതേ ച സുദൃഢം ത്വയി ബദ്ധഭാവ. ഇനി ഭഗവാന്റെ സത്വഗുണം എന്താണ് എന്ന് നിശ്ചയിക്കാൻ ഈ സരസ്വതി നദീ തീരത്ത് ഒന്നിച്ചു ചേർന്ന മുനിമാർക്ക് ഇനി വേറെ പ്രമാണമൊന്നും വേണ്ട, വേറെ തെളിവൊന്നും വേണ്ട. അത്രയ്ക്കധികം അവർക്ക് ബോധ്യമായി. അവർക്കെല്ലാം ഒരു ദൗത്യം ഏൽപ്പിച്ചതാണല്ലോ ഭൃഗു മഹർഷിയെ. ആ ഭൃഗു മഹർഷി തിരിച്ചു വന്നപ്പോഴേക്ക് ഈ കഥയുടെ ഗതിയൊക്കെ കേട്ടിട്ട് അവർക്ക് തീർച്ചയായി സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാൻ, സത്വമൂർത്തിയായിട്ടുള്ള ഭഗവാൻ, ഈ ഭഗവാനെ തന്നെയാണ് എല്ലാവരും ഭജിക്കേണ്ടത് എന്നുള്ളത് അവിടെ വ്യക്തമായി കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു ശ്ലോകം കൊണ്ട് ശ്രീമദ് ഭാഗവതത്തിന്റെ ഒരു കഥ, ഒരു ഭാഗം അനുസ്മരിക്കുകയാണ്. ഒരു നല്ല അധ്യായം ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 87ാമത്തെ അധ്യായം ശ്രുതിഗീത. ആ ശ്രുതിഗീതയില് എങ്ങനെയാണോ ഭഗവാൻ മഹാവിഷ്ണു ഒരു ബ്രഹ്മദേവന്റെ ഒരു സൃഷ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി മറ്റൊരു ബ്രഹ്മദേവൻ പുറപ്പെടുന്നത് വരെ, അതല്ലെങ്കിൽ ബ്രഹ്മദേവന്റെ ഓരോരോ ദിവസം കഴിഞ്ഞാല് പിറ്റേ ദിവസത്തേക്ക്, അങ്ങനെ ഇടയിലിടയിൽ ഉറങ്ങും ഭഗവാൻ, യോഗനിദ്രയിൽ ഏർപ്പെടും. ഭഗവാൻ യോഗനിദ്രയിൽ ഏർപ്പെടുമ്പോൾ ബ്രഹ്മാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻറ്റിറ്റി ഇല്ല. പ്രത്യേകിച്ച് ഒരു ബ്രഹ്മാവിന്റെ ആയുസ് മുഴുവൻ കഴിഞ്ഞ് മറ്റൊരു ബ്രഹ്മാവ് വരുന്നവരെയുള്ള കാലത്ത് ബ്രഹ്മാവില്ല. ഭഗവാൻ കിടന്നുറങ്ങും. ഉറങ്ങി പിന്നെ ഉണരുമ്പോഴാണ് ബ്രഹ്മാവ് ഭഗവാന്റെ നാഭിയിൽ നിന്ന് കമലമായിട്ട് ഒരു സ്ഥാനം വരും. ആ താമരയിലാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നത്. ഇങ്ങനെയാണ്. ആരാണ് ഭഗവാനെ ഉണർത്തുന്നത്? ഭഗവാനെ ഉണർത്തുന്നത് ശ്രുതികളാണ്, വേദങ്ങളാണ്. വേദങ്ങളൊക്കെ രൂപം കൊണ്ടുവന്ന് ഭഗവാനെ ഉണർത്തും. എങ്ങനെയാണോ ഒരു രാജാവിനെ രാവിലെ സമയത്ത് വന്തികൾ വന്നിട്ട്, അങ്ങനെയാണ് ഭഗവാനെ ഉണർത്താൻ വന്തികൾ ഉണ്ടായിരിക്കും. രാവിലെ വന്നിട്ട് ഭഗവാന്റെ കൊട്ടാരത്തിന്റെ മുകളിൽ ഭഗവാൻ കിടന്നുറങ്ങുമ്പോൾ താഴത്ത് നിന്നിട്ട് അവര് ഭഗവാനെ സ്തുതിച്ച്, രാജാവ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത്, കൊട്ടാരത്തിൽ മാളികയിൽ ഉറങ്ങുന്ന സമയത്ത് വന്തികൾ വന്നിട്ട് പാട്ടുപാടി, താളം കൊട്ടി പാട്ടുപാടി. ഈ പാട്ടിന്റെ കണ്ടന്റ് എന്തായിരിക്കും? രാജാവിന്റെ വലിയ വലിയ കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് രാജാവിനെ സ്തുതിച്ചുകൊണ്ടാണ് അവർ പാടുക. ഈ സ്തുതി കേട്ട് കഴിഞ്ഞാൽ പിന്നെ രാജാവിന് കിടക്കാൻ പറ്റില്ല, വേഗം എണീറ്റ് കർമ്മനിരതനാവണം. ഇതുപോലെ വേദങ്ങൾ വന്നിട്ട് ഭഗവാനെ സ്തുതിക്കുമ്പോൾ ഭഗവാൻ എഴുന്നേൽക്കും ആണ് സങ്കല്പം. ആ വേദങ്ങളുടെ സ്തുതി ശ്രീമദ് ഭാഗവതത്തിൽ 87ാമത്തെ അധ്യായത്തിലുണ്ട്. അതിവിടെ ഒരു ശ്ലോകത്തിൽ ആ ഭാഗം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ. ജഗൽ സൃഷ്ട്യാദൗ ത്വം നിഗമനിവഹൈർവന്ദിഭിരിവ സ്തുതം വിഷ്ണു സച്ചിത് പരമരസ നിർദ്വൈതവപുഷം പരാത്മാനം ഭൂമൻ പശുപവനിതാ ഭാഗ്യനിവഹം പരീതാപശ്രാന്ത്യേ ഭവനപുരവാസിൻ പരിഭജേ. മനോഹരമായിട്ടുള്ള രണ്ട് ആശയങ്ങൾ ഇവിടെ ഒന്നിച്ച് ചേർത്തിരിക്കുകയാണ് മേൽപ്പത്തൂർ ആചാര്യൻ. ജഗൽ സൃഷ്ടിയുടെ ആദ്യത്തില്, ജഗത്തിനെ സൃഷ്ടിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഓർമ്മിച്ചു, ബ്രഹ്മാവാണ് ജഗത്തിനെ സൃഷ്ടിക്കുക. ആ ബ്രഹ്മാവ് ജനിക്കണമെങ്കിൽ ഭഗവാൻ ഉണരണം. അപ്പോഴാണ് ഭഗവാന്റെ നാഭി കമലത്തില് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെയുള്ള സമയത്ത് അവിടുത്തെ വന്ന് ഉണർത്തുന്നത് വേദങ്ങളാണ്, നിഗമങ്ങള്, വേദങ്ങളാണ് വന്ന് ഉണർത്തുന്നത്. അങ്ങനെയുള്ള ഹേ ഭഗവാനെ, എന്റെ എല്ലാ കഷ്ടങ്ങളും തീർത്തിട്ട് എന്നെ രക്ഷിക്കണേ. അങ്ങനെ പറയുന്ന സമയത്ത് ആ ഭഗവാനെ പരാത്മാനം ഭൂമൻ, ഭഗവാനെ വിളിക്കുകയാണ്. എന്നിട്ട് ഭഗവാനെ ഒരു വർണ്ണന നോക്കൂ, പകുതി വരി കൊണ്ട്, എന്തൊരു നല്ലൊരു വരിയാണത്.
പശുപ വനിതാ ഭാഗ്യനിവഹം. ഇനി എങ്ങനെയാണ് ഭഗവാനെ വർണ്ണിക്കേണ്ടത്? വേദങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വേദ തത്വങ്ങളുടെ ആഴം, ഇരമ്പല്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ആഴം, അത് നമുക്ക് സാധ്യം ചെയ്യാൻ പറ്റില്ല. വേദങ്ങളുടെ ആഴം, അവര് സ്ഫുരിപ്പിക്കുന്ന തത്വത്തിന്റെ ആഴം. പക്ഷെ അതിന്റെ കൂടെ ഭഗവാനെ വർണ്ണിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ, പശുപ വനിതാ ഭാഗ്യനിവഹം. ആ വൃന്ദാവനത്തിലെ ഒട്ടും പഠിക്കാത്ത, ഒന്നും അറിയാത്ത, നിഷ്കളങ്കകളായിട്ടുള്ള, വെറും പാലും മോരും തൈരും മാത്രമുള്ള ജീവിതത്തിനുടമകളായിട്ടുള്ള ആ പശുപ വനിതകള്, ഗോപസ്ത്രീകള്, അവരുടെ ഭാഗ്യനിവഹമാണ് ഭഗവാൻ, അവരുടെ പുണ്യ സഞ്ചയമാണ് ഭഗവാൻ. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഭഗവാനെ വർണ്ണിക്കാൻ പറ്റുക? പശുപ വനിതാ ഭാഗ്യനിവഹം. നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പഴയ പാട്ടുണ്ട്, കൃഷ്ണ മുകുന്ദ മുരാരേ. പ്രത്യേകിച്ചും തെന്നിന്ത്യയിലെ, സൗത്ത് ഇന്ത്യയിലെ കൃഷ്ണഭക്തന്മാരെ എക്കാലവും ഓർമ്മിക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ടില് ഭഗവാനെ നന്നായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഭഗവാന്റെ രൂപഭംഗി നന്നായിട്ട് പറയുന്നുണ്ട് അതില്. കോടി മദനലാവണ്യം, അതായത് 100 കോടിക്കണക്കിലുള്ള കാമദേവന്മാരുടെ സൗന്ദര്യമാണ് ഭഗവാന്. കോടി മദനലാവണ്യം, അങ്ങനെയുള്ള ലാവണ്യം. അതിന്റെ കൂടെ പറയുന്നതാണ് ഗോപീ പുണ്യം. ആ ലിറിസിസ്റ്റിന് ഒരു പക്ഷേ ഈ വരിയായിരിക്കാം ആ ലിറിസിസ്റ്റിന്റെ ഒരു പക്ഷേ ഇൻസ്പിറേഷൻ. എനിക്ക് സ്വന്തവും തന്നെ നാരായണീയം വായിക്കാതെ തന്നെയും കിട്ടിയതായിരിക്കാം. മഹത്തുക്കളൊക്കെ ഒരേപോലെയാണല്ലോ ചിന്തിക്കുക. ഒരു വശത്ത് ഭഗവാൻ വേദസ്വരൂപിയാണ്. അതിനെപ്പറ്റി പറയുന്നതോടുകൂടെ തന്നെ ഭഗവാന്റെ ഒരു വർണ്ണന, പശുപ വനിതാ ഭാഗ്യനിവഹം. ആ ഗോപികമാരുടെ പുണ്യത്തിന്റെ സഞ്ചയം, ശേഖരം, ആകത്തുകയാണ് ഭഗവാൻ. കോടീ മദനലാവണ്യം ഗോപീ പുണ്യം ഭജാമി ഗോപാലം എന്ന് പറഞ്ഞിട്ടല്ലേ ആ പാട്ട്. അതാണ് ഗോപീ പുണ്യം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ദശകം അവസാനിപ്പിക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 89ാമത്തെ ദശകം ഇവിടെ കഴിയും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭഗവാന്റെ കഥകളില്ല. ഇനി ഭഗവാൻ ഏതൊരു തത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നുവോ, ഭഗവാൻ തന്നെ ഉപദേശിച്ച കാര്യങ്ങളുടെ തത്വം എന്താണോ, അതാണ് 90 മുതൽ 99 വരെയുള്ള 10 ശ്ലോകങ്ങളില് അതാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവസാനം 100ാമത്തെ ശ്ലോകത്തില് ഭഗവാന്റെ ആപാദചൂഡ വർണ്ണന, ഭഗവാന്റെ നെറുകു തൊട്ടിട്ട് ഭഗവാന്റെ കാല് വരെയുള്ള വർണ്ണന 100ാമത്തെ ദശകത്തില്. അതിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ഇവിടെ ഈ ഗോപീ പുണ്യം എന്ന് പറഞ്ഞിട്ടുള്ള പശുപ വനിതാ ഭാഗ്യനിവഹം എന്ന് പറഞ്ഞ് ഈ വാചകത്തോടു കൂടിയിട്ട് ഈ അധ്യായം, ഈ ദശകം അവസാനിക്കുന്നു. എത്രത്തോളം മേൽപ്പത്തൂർ ആചാര്യൻ അവിടെ അങ്ങനെ ഇരുന്നിരുന്ന ആ 100 ദിവസങ്ങളില് 100 ദിവസങ്ങളിലായിട്ട് ഇരുന്നിട്ടാണ് 100 ദശകങ്ങള് രചിച്ചത്. ആ ദിവസങ്ങളില് മേൽപ്പത്തൂർ ആചാര്യൻ സ്വയം എത്രയാണ് ഭഗവാനെ തന്നെ അഡ്രസ് ചെയ്യാണ് ചെയ്യണത്. നമുക്ക് ഭാഗവതമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭാഗവതം വ്യാസഭഗവാൻ എഴുതി, അത് ചൊല്ലി മകനെ പഠിപ്പിച്ചു കൊടുത്തു, ശുഗബ്രഹ്മർഷിയെ പഠിപ്പിച്ചു കൊടുത്തു. ശുഗബ്രഹ്മർഷി അത് പരീക്ഷിതന് പറഞ്ഞു കൊടുത്തു. പരീക്ഷിതന് അത് പറഞ്ഞു കൊടുത്തത് സൂതൻ കേട്ടു. സൂതൻ ശൗനകാദികൾക്ക് അത് പറഞ്ഞു കൊടുത്തു. അത് നമ്മൾ കേൾക്കണം. അവിടെയൊക്കെ ഭഗവാന്റെ കഥകളുണ്ട്. പക്ഷേ ഓരോരോ വഴിത്തിരിവിലും, ഓരോ കഥയുടെ തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും ഭഗവാനെ അവിടുന്ന് ഇങ്ങനെ ചെയ്തു, അവിടുന്ന് ഇങ്ങനെ ചെയ്തു
എന്ന് പറഞ്ഞിട്ട് നേരിട്ടിട്ട് ഭഗവാനെ അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥം അത് വേറെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എല്ലാം ഭഗവാനെ ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് കവികള്, ഭക്തകവികള്, പുരാണകാരന്മാര് എല്ലാം ഭംഗിയായി നടത്തിയിട്ടുണ്ട്. പക്ഷേ അറ്റ് എവ്രി ടേൺ ഹേ ഭഗവാനെ എന്ന് പറഞ്ഞ് ഭഗവാനുമായിട്ടുള്ള ഒരു നിത്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടൊരു ഗ്രന്ഥം വേറെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും മേൽപ്പത്തൂർ ആചാര്യൻ വിളിച്ചിട്ടുള്ള ആ സംബോധനയുണ്ടല്ലോ, ഗോപീ പുണ്യം എന്നുള്ള സംബോധന, അത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും മുഴങ്ങി കേൾക്കാനിടയാവട്ടെ. പറഞ്ഞതൊക്കെ തന്നെ ഭഗവാന്റെ കാൽക്കലും ഭക്തജനങ്ങളുടെ സമക്ഷം സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂപുരാധീശ പ്രസീദ കരുണാകര. പുരുഷോത്തമ വൈകുണ്ഠ ത്വയി സർവം സമർപ്പിതം. ത്വയി സർവം സമർപ്പിതം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.